നമസ്കാരം. സുഖമായിരിക്കണോ മക്കളെ? കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം പഠിക്കുന്ന പാഠം വേദം. യൂസഫ് അലി കേച്ചേരി എഴുതിയ വേദം എന്ന പാഠമാണ്, പദ്യമാണ് നാം പഠിച്ചു തുടങ്ങിയത് അല്ലേ? ഒരു ഉമ്മയിൽ നിന്ന് ഒരു മകൻ തിരിച്ചറിയുന്ന പല കാര്യങ്ങളും. താൻ ഭക്ഷണത്തിന്റെ മുന്നിൽ ഇഷ്ടപ്പെട്ടത് ലഭിക്കാത്ത കാരണം ഇത്തിരി പിണങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്ന് തൻ്റെ ഉമ്മയുടെ അടുത്തോട്ട് എത്തുമ്പോൾ ഉമ്മയുടെ കഞ്ഞി പോലും മറ്റുള്ളവർക്കായി വിളമ്പുന്ന ഒരു രംഗമാണ് കാണുന്നത്. അയൽപ്പക്കക്കാർ ഒത്തിരി ദാരിദ്ര്യത്തിലാണ്. കഞ്ഞി കിട്ടുന്നില്ല, ചോറ് കിട്ടുന്നില്ല. അവർക്ക് കഞ്ഞി കൊടുക്കുന്ന ഉമ്മയെ കാണുന്ന മകനാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇനി എന്താ സംഭവിച്ചത് നോക്കാം. അന്നൊക്കെ എൻ നാട്ടിൽ ഭൂരിജനം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നമായിരുന്നു. അപ്പൊ ചോറ് എന്നുള്ളത്, അന്നം, ചോറ്, അതൊരു സ്വപ്നമായിരുന്നു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്ത് തന്നെ ഗോതമ്പായാലും ബജ്ര, എന്ത് തന്നെ ചോളം, ഈ വക ധാന്യങ്ങൾ എത്ര കിട്ടിയാലും ചോറുണ്ണുമ്പോഴാണ് ഒരു സന്തോഷം. അപ്പൊ ആ ചോറ് കിട്ടാത്തൊരവസ്ഥ വന്നു. മറ്റു പലതും കിട്ടുന്നുണ്ടായിരിക്കാം, പക്ഷെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ആഗ്രഹിക്കുന്നത് ചോറുണ്ണാനാണ്. അപ്പൊ അത് അതൊരു സ്വപ്നം പോലെ ആയി തുടങ്ങുന്ന ഒരു കാലഘട്ടം. ആംഗലവാഴ്ചയും യുദ്ധക്കെടുതിയും. ആംഗലവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഭരണം. യുദ്ധക്കെടുതി, പല സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടുണ്ടായ നഷ്ടങ്ങൾ. ആകെ എൻ ഗ്രാമം തകർത്തിരുന്നു. ഒരു സാധാരണ ഗ്രാമമാണ് ഇദ്ദേഹത്തിന്റെ. അപ്പോൾ അവിടെ ഈ യുദ്ധത്തിന്റെ കെടുതിയോ, യുദ്ധം വരുത്തി വെച്ച എന്തെങ്കിലുമൊക്കെ, യുദ്ധം വരുമ്പോൾ തീർച്ചയായും അവിടെ നാശനഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ പലപ്പോഴും ഭക്ഷണമൊന്നും, അരിയൊന്നും വിചാരിച്ച പോലെ കിട്ടാതെയാവും. ഇനി ബ്രിട്ടീഷ് ഭരണം, അതിന്റെ ബുദ്ധിമുട്ടുകളും, അങ്ങനെയൊക്കെ ഗ്രാമം വളരെ സങ്കടത്തിലായിരുന്നു. തന്തമാർ, തള്ളമാർ, കുട്ടികൾ അന്യോന്യം തള്ളി മാറ്റുന്നു, കലമ്പിടുന്നു. ഒട്ടു ചിലർ കഞ്ഞി മോന്തി പിരിയുന്നു, മറ്റും പലർ വന്നു ചേർന്നിടുന്നു. അപ്പൊ തള്ള, കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആണായാലും പെണ്ണായാലും കുട്ടികളായാലും ആരും തന്നെ അവിടെ വ്യത്യാസം കാണിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ആദ്യം കിട്ടണം, ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കിട്ടണം എന്ന് കരുതി അവിടെ ആകെ ബഹളം വെക്കുകയാണ് വീടിന്റെ ഒരു വശത്ത്. അപ്പോ ഇവൻ പറയാണ് അവിടെ തള്ളന്മാരാണ് അല്ലെങ്കിൽ കുട്ടികളാണ് എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും കലമ്പാണ്. ഒത്തിരി പേര് മോന്തി കുടിക്കുക എന്ന് പറയണേ. മോന്തി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പൂൺ കൊണ്ടോ ആയത്തിൽ കുടിക്കുകയൊന്നുമല്ല. കിട്ടിയത് ഭാഗ്യം എന്ന് കരുതി മോന്തി വേഗം കുടിക്കുകയാണ്. ചിലർ കുടിക്കുന്നു, ചിലർ പോകുന്നു, ചിലരിതാ തിരിച്ചു വരുന്നു. അങ്ങനെ അവിടെ ഒരു ബഹളമാണ്. അമ്പാർന്നു കഞ്ഞി വിളമ്പുവാൻ മുറ്റത്ത് കുമ്പിട്ട് നിൽപ്പതിനുള്ളിൽ ദൂരെ എന്നെ കണ്ട് ഉമ്മ അരികിലെത്തി ചൊല്ലി, നന്നേ തിരക്കായിരുന്നു മോനെ. അപ്പോൾ അവിടെ കഞ്ഞി വിളമ്പണ തിരക്കാണ്. ഉമ്മയ്ക്ക് കഞ്ഞി വിളമ്പി ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നതൊന്ന് എണീച്ച് നിൽക്കാൻ നേരമില്ല. അത്ര അധികം ഓരോരുത്തരും വരുമ്പോൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കുമ്പിട്ട് നിന്ന് ഇങ്ങനെ വിളമ്പുമ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ തൻ്റെ മോൻ അവിടെ നിൽക്കുന്നത് ഉമ്മ കണ്ടു. ഉമ്മ വേഗം പറയാണ് മോൻ്റെ അടുത്ത് ചെന്നിട്ട്, മോനെ ഒത്തിരി തിരക്കാണ്, നോക്കൂ. എന്നെ കണ്ടിട്ട് ഉമ്മ അരികത്തെത്തി. മോനെ കണ്ടപ്പോൾ ആ ഉമ്മ അരികത്ത് ഓടിച്ചെന്നു. എന്നിട്ട് ചൊല്ലി എന്ന് പറഞ്ഞാൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നന്നേ തിരക്കായിരുന്നു മോനെ. ഇന്നും മോനെ കാണുന്നില്ലേ തിരക്ക്? നന്നേ തിരക്കായിരുന്നു മോനെ. പറ്റിയില്ല മീൻകറി ഉണ്ടാക്കാൻ. ഇക്കണ്ട പട്ടിണിക്കാർക്കൊക്കെ കഞ്ഞി വേണ്ടേ? പറയാണ് മീൻകറിയാണ് നിനക്ക് ഇഷ്ടം എന്നൊക്കെ എനിക്കറിയാം, ഉമ്മയ്ക്കറിയാം. പക്ഷെ ഇന്ന് പറ്റിയില്ല. ഇക്കണ്ട ആൾക്കാർക്കൊക്കെ കഞ്ഞി കൊടുക്കണ്ടേ? അപ്പോൾ എനിക്കിന്ന് മീൻകറി ഉണ്ടാക്കാൻ പറ്റിയില്ല. വിണ്ണുവാൻ നിൽക്കാതെ ചമ്മന്തി ചോറുണ്ട് ഇന്ന് ഉണ്ണി പോ. നേരമായി ബെല്ലടിക്കാൻ. നീ ഇന്ന് പിണങ്ങാൻ നിൽക്കല്ലേ, നീ ഇന്ന് പിണങ്ങി ഇങ്ങനെ കൊഞ്ചി നിൽക്കല്ലേ. നീ വേഗം ഉള്ള ചമ്മന്തി കൂട്ടി വേഗം ചോറുണ്ടിട്ട് പോയിക്കോളൂ. നേരമായി ബെല്ലടിക്കാൻ. സ്കൂളിൽ ബെല്ലടിക്കാറായി, സ്കൂൾ തുടങ്ങാറായി. നീ വേഗം പോയിക്കോളൂ, ഇന്ന് ഇത് മതി, നീ ചമ്മന്തി കൂട്ടി പോയിക്കോളൂ
4 മണി വിട്ട് നീ വരുമ്പോഴേക്കും അയിലച്ചാറുണ്ടാക്കി വെച്ചിടാം ഞാൻ. നീ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഞാൻ നല്ല അയിലക്കറിയൊക്കെ ഉണ്ടാക്കി ചാറോടുകൂടി നിനക്ക് ചോറ് തരാം. ഇപ്പൊ നീ പോ. ഇപ്പൊ ബെല്ലടിക്കാറായി, സ്കൂൾ തുടങ്ങാറായി. നീ ആ ചമ്മന്തി കുട്ടി ചോറുണ്ട്, നീ വേഗം പോ. ഇത് ഇത്രയും പണിക്കാര്, ഇത്രയും അയൽക്കാര്, മറ്റുള്ളവര് ഒരു തരി കഞ്ഞിക്കായി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാ മോനെ നിനക്ക് കറി ഉണ്ടാക്കാൻ നേരം കണ്ടെത്തുന്നേ? ഇവർക്കൊക്കെ ഭക്ഷണം കഞ്ഞി കൊടുക്കണ്ടേ? നീ അത് മനസ്സിലാക്കൂ. നീ ഇപ്പൊ പോകൂ. 4 മണിക്ക് വരുമ്പോഴേക്കും നിനക്ക് നല്ല ഇലക്കറി ഉണ്ടാക്കി ഞാൻ വെക്കാം. ആ ഉമ്മയുടെ സംസാരം കണ്ടോ? എത്രയോ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ മകനെയും ഉമ്മ കാണുന്നുണ്ട് ഇല്ലേ? തീർച്ചയായും അയൽക്കാരെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ തൻ്റെ മകനെ കാണാത്ത ഭാവത്തിൽ നിൽക്കുകയല്ല ആ ഉമ്മ ചെയ്തത്. മകനെ കണ്ടപ്പോൾ മകൻ്റെ ഇഷ്ടങ്ങൾ തീർച്ചയായും അറിയാവുന്ന ആ ഉമ്മ മകനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഏവർക്കും ഇന്നെടുത്ത ഭാഗം മനസ്സിലായല്ലോ? പല ആവർത്തി പദ്യം ചൊല്ലണം. ചൊല്ലി നോക്കിയതിന് ശേഷം നോട്ട്സ് എഴുതണം. അതിനുശേഷം ടെസ്റ്റ് പേപ്പറിന് ഉത്തരം എഴുതണം. എഴുതുമല്ലോ? അടുത്ത ക്ലാസ്സിൽ ഈ പദ്യത്തിന്റെ അവസാന ഭാഗം നമുക്ക് മനസ്സിലാക്കാം. നന്ദി.